കോഴിക്കോട് സൗത്തിൽ UDF നടത്തിയത് കടുത്ത വർഗീയ പ്രചാരണങ്ങളാണെന്ന് NDA സ്ഥാനാർത്ഥി ടി റനീഷ്. മണ്ഡലത്തിൽ മുസ്ലിം വോട്ടുകൾ ഏകീകരിച്ചതാണ് UDFന്റെ വിജയത്തിന് കാരണം. അപ്പോഴും മികച്ച മുന്നേറ്റമാണ് BJP കാഴ്ചവെച്ചതെന്നും റനീഷ് പറഞ്ഞു. കോഴിക്കോടിന്റെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്, SDP, ജമാഅത്ത് ഇസ്ലാമിയെ പോലുള്ള സംഘടനകൾക്കൊക്കെ വലിയ സ്വാധീനമുള്ള ഒരു മണ്ണാണ് മലബാർ മേഖല, പ്രത്യേകിച്ച് കോഴിക്കോട്. ഇവിടെ രാഷ്ട്രീയ കേരളം ഒന്നടങ്കം ചർച്ച ചെയ്ത ഒരു മണ്ഡലമായിരുന്നു കോഴിക്കോട് സൗത്ത്. ഈ കോഴിക്കോട് സൗത്തിൽ വലിയ മുന്നേറ്റമാണ് ടി റനീഷിലൂടെ BJPക്ക് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയെടുക്കാൻ കഴിഞ്ഞത്. അതത്ര നിസ്സാരമായിരുന്നില്ല എന്നുള്ളതാണ്. തീർച്ചയായും നമുക്കറിയാം, ഏകദേശം 52% ന്യൂനപക്ഷ വിഭാഗങ്ങൾ, അതിൽ 50% മുസ്ലിം വിഭാഗമുള്ള ഒരു മണ്ഡലമാണ് സൗത്ത് നിയോജക മണ്ഡലം. അവിടെ ഏകദേശം നമുക്ക് 25%-ലധികം വോട്ടുകൾ നേടാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ അത് പാർട്ടിയുടെ ചരിത്രപരമായ ഒരു നേട്ടമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. പാർട്ടി പ്രവർത്തകരെല്ലാം തന്നെ വളരെ ആത്മാർത്ഥതയോട് പ്രവർത്തിച്ചിരുന്ന റിസൾട്ടാണ്. സ്വാഭാവികമായും ഇപ്പോൾ ജയിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികളൊക്കെ തന്നെ മതം പറഞ്ഞ് വോട്ട് വാങ്ങിയിട്ടാണ് വിജയിച്ചിട്ടുള്ളത്. നമ്മൾ പറയല്ലേ, ഭയപ്പെടുത്തി വോട്ട് വാങ്ങുക. അതുപോലെ അവരെ BJP വന്നാൽ അത് അപകടമാണ് എന്ന് അവരെ പറഞ്ഞ് പഠിപ്പിച്ച് അവരെ അത്തരത്തിലേക്ക് പേടിപ്പെടുത്തി വോട്ട് വാങ്ങുന്ന ഒരു സമ്പ്രദായം അത് ഇപ്പോഴും നടക്കുന്നു. ഈ 2025 കാലഘട്ടത്തിലും അത് നടത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത്. കാരണം നമ്മൾ വികസനത്തിൻ്റെ വോട്ടാണ് അഭ്യർത്ഥിച്ചിട്ടുള്ളത്. ആ വികസനത്തോടൊപ്പം നിന്ന ആളുകൾ നമുക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ വലിയ സന്തോഷമുണ്ട്. ഈ കോഴിക്കോട് സൗത്തിൽ മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടല്ലേ? 100% ഏകീകരിക്കപ്പെട്ടു എന്നുള്ളത് നമുക്ക് വോട്ടിംഗ് പാറ്റേൺ കണ്ടല്ലോ അറിയാലോ. മുഖദാറ്, കുറ്റിച്ചിറ, പയ്യാനക്കലിലെ ഭാഗങ്ങൾ, അതുപോലെ തന്നെ കിണാശ്ശേരി മേഖലകളിലൊക്കെ തന്നെ 100% ഏകീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അവസാനത്തെ 4 ദിവസം വർഗീയ പ്രചരണം നടത്തി. ആ വർഗീയ പ്രചരണത്തിന് കിട്ടിയിട്ടുള്ള വോട്ടായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. വിജയവും അതുപോലെ തന്നെയാണ് അവരുടെ. പക്ഷേ അപ്പോൾ പോലും പലയിടങ്ങളിലും റനീഷ് ആയിരുന്നു ആദ്യഘട്ടത്തിലുടനീളം മുന്നിട്ട് നിന്നിരുന്നത്. അതേ പറഞ്ഞ അതുപോലത്തെ അല്ലാത്ത പ്രദേശങ്ങളൊക്കെ തന്നെ ഏകദേശം 10-50ഓളം ബൂത്തുകളിൽ ഒന്നാം സ്ഥാനത്തെത്താൻ BJPക്ക് സാധിച്ചു. ഞാൻ പറഞ്ഞത്, അത്തരത്തിലേക്ക് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ, പുതിയ തലമുറയൊക്കെ ഇത്തരം കാര്യങ്ങളെ മാറ്റി നിർത്തുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ വോട്ടിൻ്റെ വർധനവെന്ന് പറയുന്നത്. വരുന്ന ആളുകളിൽ അത് പൂർണ്ണമാക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു. ജനങ്ങൾ വികസനത്തോടൊപ്പം ഉണ്ടാവുമെന്ന് കരുതുന്നു. എനിക്കൊന്നേ പറയാനുള്ളൂ, വർഗീയ ധ്രുവീകരണം നടത്തിയിട്ട് വിജയിക്കുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമാണോ എന്ന് ഇവരൊക്കെ വിലയിരുത്തണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അത് തന്നെയാണ് ഏറെ പ്രസക്തമായ ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വർഗീയ ധ്രുവീകരണം നടത്തി വിജയിക്കുന്നത് ശാശ്വതമാണോ, അത് ജനാധിപത്യത്തിന് ഭൂഷണമാണോ എന്നാണ് ടി റനീഷ് ചോദിക്കുന്നത്. ക്യാമറമാൻ സന്തോഷ് മണ്ണാർക്കാടിനൊപ്പം അനഘ ഹർഷൻ, ജനം.